നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. കഴിഞ്ഞ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ, അതിൻ്റെ ഫലം വന്നു. അതിൽ എല്ലാ സംസ്ഥാനത്തും സർക്കാരുകൾ അധികാരത്തിൽ വരികയും ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി വന്നു. അതൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ ഭരണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഭാഗം കൂടി നോക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. കേരളത്തിൽ 3-ാം വട്ടം അധികാരത്തിലേക്ക് വരാൻ ശ്രമം നടത്തിയ പ്രതിപക്ഷം, ആ പ്രതിപക്ഷം നയിച്ച CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അവർ അവരുടെ തെരഞ്ഞെടുപ്പുകളുടെ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം എന്താണ്? അത് ഭരണവിരുദ്ധ വികാരമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ, എതിർകക്ഷികളുടെ ശക്തിയാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. താഴെ തട്ടിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ആ സമയത്ത് പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളിലെ മോശമായി പോയി എന്നുള്ള വിമർശനം, പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ, അത് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തിയിരുന്ന പ്രവർത്തനങ്ങളുടെ മോശത്തരം, അത് ജനങ്ങൾക്ക് എതിർ വികാരം ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നാണ് വാർത്തകളുണ്ടായിരുന്നത്. പക്ഷേ ആ വാർത്തകളൊക്കെ ഈ പാർട്ടി നിരസിക്കുകയും ചെയ്തു. അവരതെല്ലാം നിരസിച്ചു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നു. അവിടെയും തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ ചർച്ച ചെയ്തു. നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി നടക്കുകയാണ്, സംസ്ഥാന കമ്മിറ്റി. ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നത്, എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്, തോൽക്കാനുള്ള കാരണം എന്താണ്, ആദ്യം പറഞ്ഞ കാരണമല്ല, മറ്റു പുതിയ കാരണം എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും എന്ന് നമുക്ക് പറയാനാവുള്ളൂ. കാര്യം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നടന്ന 1-2 പത്രസമ്മേളനങ്ങളിൽ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല. പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്താണ് MV ഗോവിന്ദൻ എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എഴുന്നേറ്റ് പോയത്. മുഖ്യമന്ത്രിയാണെങ്കിലും വേണ്ട തരത്തിൽ മുൻ മുഖ്യമന്ത്രിയാണെങ്കിലും വേണ്ട തരത്തിലുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിരുന്ന പത്രസമ്മേളനം പോലെയല്ല. അതിനേക്കാളും എന്താ പറയുക, കുറെ കൂടെ പിടിവാശിയോടുകൂടിയുള്ള നിലപാടുകളായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിലെ LDF എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതാണല്ലോ പ്രതിപക്ഷം എന്ന് പറയുന്നത്. LDFിൻ്റെ അവസ്ഥ എന്താണ്? വളരെ ദയനീയമാണ്. LDFിൽ CPMനെതിരെ CPI അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒത്തുപോകത്തില്ല. ഈ പാർട്ടി തമ്മിൽ ലയിക്കണം എന്നൊക്കെയുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100-ാം വാർഷിക സമയത്ത് ലയിക്കണം എന്നൊക്കെയുള്ള ആശയം പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ പറഞ്ഞ സമയത്താണ് നമ്മൾ കാണുന്നത് പാർട്ടിയുടെ നിയമസഭയിലെ ഉപനേതാവ് ആരാവണം എന്നുള്ള കാര്യത്തിലുള്ള തർക്കം നടത്തുകയും CPI അത് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും കിട്ടിയടങ്ങളുള്ളൂ എന്ന് പറഞ്ഞിരുന്ന CPIയുടെ നേതാവ് ബിനോയ് വിശ്വം ഇപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും സംസാരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ആ പ്രതിപക്ഷ കക്ഷിയിലുണ്ടായിരുന്ന NCP എന്ന് പറഞ്ഞൊരു പാർട്ടി പിളർന്നു, രണ്ടായി. ബാക്കി മറ്റ് പാർട്ടികളൊക്കെ ഇപ്പോഴും അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ LDF എന്ന് പറഞ്ഞൊരു സംവിധാനം, ഓക്കെ, അത് സ്വാഹ എന്ന് പറയുന്ന അവസ്ഥയാണ്. സ്വാഹ എന്ന് പറയാൻ പാടില്ലെങ്കിലും അത് തെറ്റായ അർത്ഥത്തിൽ സ്വാഹ, അത് ഏതാണ്ട് അസ്തമിച്ച് കഴിഞ്ഞുള്ള അവസ്ഥയാണുള്ളത്. പക്ഷേ CPIM ഉണ്ട്, CPI ഉണ്ട്. ഇവർ ഉണ്ടാവുകയും ചെയ്യും. അവർ തമ്മിലുള്ള തർക്കം തുടരും. കേരളത്തിലും പ്രതിപക്ഷം എന്ന് പറയുന്ന LDF എന്ന് പറയുന്ന ഭരിച്ചിരുന്ന ഒരു മുന്നണി, 2 വർഷം തുടർച്ചയായി ഭരിച്ചിരുന്ന മുന്നണി ഇല്ലാതായി. സമാനമായ സാഹചര്യമാണ് ബംഗാളിലുള്ളത്. ബംഗാളിലും ഇപ്പോൾ ഭരണപക്ഷമായിരുന്നത് പ്രതിപക്ഷത്തേക്ക് പോയ മമതാ ബാനർജിയുടെ TMC എന്ന പാർട്ടി പിളർന്ന് ഔദ്യോഗികമായി പിളർന്നില്ലെങ്കിൽ പിളർന്ന അവസ്ഥയാണ് ഉള്ളത്. MP മാരിൽ ഭൂരിപക്ഷവും മമതാ ബാനർജിക്കെതിരാണ്. മമതാ ബാനർജി TMCയുടെ താഴെത്തട്ടുള്ള യൂണിറ്റുകൾ പിരിച്ചുവിട്ടിരിക്കുന്നു. ആകെ ഒരു നാശം പിടിച്ച അവസ്ഥയിലാണ്. ഓക്കെ, ഇനി തമിഴ്നാട്ടിലെ കാര്യം നോക്കുക. തമിഴ്നാട്ടിൽ BJPയിൽ നിന്ന് അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു വളരെ ശക്തനായിരുന്ന ഒരു നേതാവ്, അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെച്ചു. ആ രാജിയുടെ കാരണവും അതിൻ്റെ ഫലവും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ പാർട്ടിയായിരുന്ന BJPയിൽ നിന്ന് രാജിവെച്ചു. അതുപോലെ തന്നെയാണ് അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്ന NDAയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്ന ജയലളിതയുടെ പഴയ പാർട്ടിയായ ADMK, ആ DMKയിലെ MLAമാർ പുതിയ സർക്കാരിനോടൊപ്പം ചേരുവാൻ വേണ്ടിയുള്ള താല്പര്യം കാണിക്കുന്നു. അവർ വേറെ പ്രത്യേക കക്ഷിയായിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നു. അവിടെയും കലഹങ്ങൾ തന്നെയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദേശീയ തലത്തിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്ന ദേശീയ കക്ഷി അല്ലാത്ത കക്ഷികളൊക്കെ കൂടെ ചേർത്തിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു പ്രതിപക്ഷ സംവിധാനമാണ്, പ്രതിപക്ഷ മുന്നണി സംവിധാനമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്, INDI. ആ മുന്നണിയുടെ അവസ്ഥ, ആ മുന്നണിയുടെ ഒരു മീറ്റിംഗ് നാളെ ഡൽഹിയിൽ ചേരാനിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതാവ് ജയറാം രമേശ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ 23 പാർട്ടികൾ നാളെ അവിടെ യോഗം ചേരുന്നുണ്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ് ഇപ്രാവശ്യം യോഗം. മുമ്പ് അതിൻ്റെ 2 യോഗങ്ങൾ നടന്നത്, ഒന്ന് കോൺഗ്രസിൻ്റെ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലായിരുന്നു, രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് പൊതുസ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് മീറ്റിംഗ്. എനിക്ക് തോന്നുന്നു 23 പാർട്ടികൾ ഒക്കെ പങ്കെടുക്കും എന്ന് പറഞ്ഞത്, അവരെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലും ഖാർഗെയുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാണുമെന്നറിയില്ല. പക്ഷേ എന്നിട്ട് പോലും അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മുഖ്യകക്ഷിയായ DMK പങ്കെടുക്കുന്നില്ല.
ഡൽഹിയിലെ മുഖ്യ കക്ഷിയായ ഇന്ത്യയിലെ മുഖ്യ കക്ഷിയായ ആം ആദ്മി പാർട്ടി പങ്കെടുക്കുന്നില്ല. അവർ രണ്ടുപേരും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, NDA എന്ന് പറയുന്ന സഖ്യത്തിൽ നിന്ന് DMK ഇനി ഇല്ല, കോൺഗ്രസ് ചതിയന്മാരാണ്, വഞ്ചകരാണ്, പിന്നിൽ നിന്ന് കുത്തുന്നവരാണെന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തി കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇന്ത്യ മുന്നണി ഏതാണ്ട് ശോഷിച്ചു, അതിന് ക്ഷീണം സംഭവിച്ചു എന്നുള്ളതാണല്ലോ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇല്ലാതായത്. ഇനി ആരൊക്കെ അതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം കണ്ടറിയണം. കാര്യം ബാക്കിയുള്ള പാർട്ടികളൊന്നും അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ ആരൊക്കെ പങ്കെടുക്കും, പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പാർട്ടിയുടെ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരെങ്കിലും പങ്കെടുക്കുമോ എന്നുള്ളതാണ് നാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. പക്ഷേ അവിടേക്ക് ഈ മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം അത് മമതാ ബാനർജിയുടെ താല്പര്യമാണ്. മമതാ ബാനർജി അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും തയ്പ്പിക്കുകയോ തന്നെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുകയോ ചെയ്തിരുന്ന വലിയ ധാർഷ്ട്യത്തിൽ ഉണ്ടായിരുന്ന മമതാ ബാനർജിയുടെ ആവശ്യപ്രകാരമാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജിക്ക് ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് ചേരുവാൻ താല്പര്യമില്ല. അവിടെ നിന്ന് എന്താ പറയുക, ഇരുത്തിപ്പൊരിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ അത് സാധ്യതയുള്ളതുകൊണ്ട് അത് ഒഴിവാക്കി. മറിച്ച് അവർ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും വന്ന് ചില കളികൾ നടത്തുവാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെയായി തീരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം പഴയ മമതാ ബാനർജി അല്ല ഇന്ന്. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുവാൻ വേണ്ടി തയ്യാറായിരുന്ന മമതാ ബാനർജിയുണ്ട്. ആ മമതാ ബാനർജിയിൽ നിന്ന് ക്ഷീണിച്ച് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത അലഞ്ഞു നടക്കുന്ന സിംഹം എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചോദിച്ച് പച്ചക്കറിയെങ്കിലും വാങ്ങിച്ച് തിന്നാൻ നടക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴും മമതാ ബാനർജിയുടെ അവസ്ഥ. മമതാ ബാനർജി ഇപ്പോൾ ശ്രമിക്കുന്നത് ബംഗാളിൽ ഒഴിവ് വരുന്ന ഒരു ലോക്സഭാ സീറ്റുണ്ട്, ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് കടന്നുകൂടുവാനുള്ള ഒരു മാർഗ്ഗമാണ് അവർ ശ്രമിക്കുന്നത്. അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു MP ഒഴിവിൽ ഉണ്ടായ സീറ്റുണ്ട്. ഹാജി നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് അവിടെ ഇലക്ഷന് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ മത്സരിച്ച് വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നത്. അവിടെ ഒരു 55% ന്യൂനപക്ഷ വോട്ടുകളുള്ള അവിടെ ആ ന്യൂനപക്ഷ വോട്ട് ഉണ്ടെന്നുള്ള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. BJPയുടെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഇലക്ഷനിൽ ന്യൂനപക്ഷ പ്രദേശങ്ങളിലാണ് BJPക്ക് സീറ്റുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ BJPയെ എതിർത്ത് അവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ള സംശയത്താൽ കോൺഗ്രസിൻ്റെ ശക്തമായ പിന്തുണ കിട്ടണം. കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണ കിട്ടണം. ഇന്ത്യ സഖ്യത്തിൻ്റെ വാലായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ ഈ ഇന്ത്യ സഖ്യം വഴി ലഭിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നുള്ളതാണ് വാസ്തവത്തിൽ ഉള്ള ഇമ്മീഡിയറ്റ് അടിയന്തരമായിട്ടുള്ള രാഷ്ട്രീയം. പക്ഷേ ഈ മമതാ ബാനർജി ആരായിരുന്നു, ഏത് സ്ഥലത്ത് സ്ത്രീയിലായിരുന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കെ അടൽ ബിഹാരി വാജ്പേയി മമതാ ബാനർജിയെ തൻ്റെ മന്ത്രിസഭയിൽ നിർത്തുവാൻ വേണ്ടി കൊൽക്കത്തയിൽ പോയി മമതാ ബാനർജിയുടെ വീട്ടിൽ ചെന്ന് മമതാ ബാനർജിയുടെ അമ്മയെ സന്ദർശിച്ച് നടത്തിയ ഡിപ്ലോമസി ഉണ്ട്. അത് 2000-ൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ 26 വർഷത്തിന് ഇനി ഒരു മാസം കൂടിയുള്ളൂ. 2000 ജൂലൈ 6-ാം തീയതിയായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. അന്ന് കേന്ദ്രത്തിലെ NDA സഖ്യത്തിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയായിരുന്ന മമതാ ബാനർജി രാജിവെക്കുമെന്നുള്ള ഭീഷണി ഉയർത്തിയപ്പോൾ ആ ഭീഷണിയെ ചെറുക്കുവാൻ വേണ്ടി കൂടി വാസ്തവത്തിൽ വേറെ പരിപാടികൾക്ക് അവിടെ അടൽ ബിഹാരി വാജ്പേയി പോയിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ പോയി ഈ ഒരു ഡിപ്ലോമസി കൂടി കാണിച്ചതാണ്. അങ്ങനെ തന്നെ ഒരു പ്രധാനമന്ത്രി തൻ്റെ വീട്ടിൽ വന്ന് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയം ഉണ്ടായിരുന്ന മമതാ ബാനർജി, ആ മമതാ ബാനർജിയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1955 ജനിച്ച മമതാ ബാനർജി 71 വയസ്സുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു യുവ നേതാവിനെ പോലെ പ്രസരിപ്പോടുകൂടി ഓടിച്ചാടി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരെ ഈ 71 വയസ്സുള്ള ഒരു നേതാവാണെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വരില്ല. 1998 വരെ കോൺഗ്രസിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവർ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്നത്. കോൺഗ്രസിനെ രക്ഷിക്കുക, കോൺഗ്രസിനെ ശുദ്ധമാക്കുക എന്നുള്ളൊരു മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഒഴിഞ്ഞുപോയത്. അങ്ങനെ 2001 തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അധ്യക്ഷയായിട്ട് അവർ സ്ഥാനമേറ്റു. 97 തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു, യുവജനക്ഷേമ കാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു, കൽക്കരി വകുപ്പ് മന്ത്രിയായിരുന്നു. അങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ വഹിച്ചിരുന്ന 3 പ്രാവശ്യം തുടർച്ചയായി ബംഗാളിലും 15 വർഷം മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി. ആ മമതാ ബാനർജിയാണ് ഇന്ന് ഒരു സീറ്റിൽ, ലോക്സഭാ സീറ്റിൽ ജയിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇന്ത്യ മീറ്റിങ്ങിൽ വരുന്നത്. ആ മമതാ ബാനർജിക്ക് എത്രമാത്രം അവിടെ വിലയുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യം കൂടിയാണ്. 2011 വൻ വിജയത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി എന്തുകൊണ്ടാണ് 34 വർഷം തുടർച്ചയായി ഭരിച്ചിരുന്ന CPM തോൽപ്പിച്ചാണ് അവിടെ വന്നത്. പക്ഷേ 15 വർഷം കഴിഞ്ഞ സമയത്ത് ഇറങ്ങി പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിപ്പുകൊണ്ടാണ് എന്ന് തന്നെ വേണം പറയാൻ. കാര്യം BA പഠിച്ച് സമർത്ഥയായിരുന്ന ഒരു വിദ്യാർത്ഥി, MA പഠിച്ചത് ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് കേട്ടോ, അത് പഠിച്ചു. PhD എടുത്ത് ഡോക്ടർ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അവർ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി തന്നെ ഇല്ലാതായതുകൊണ്ട് അവർ ആ ഡോക്ടർ ബിരുദം അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ആ പേര് ചേർക്കുന്നത് അവർ ഒഴിവാക്കുകയുണ്ടായി. അങ്ങനെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ 15-ാമത്തെ വയസ്സ് മുതൽ പ്രവർത്തിക്കുകയും കോളേജ് യൂണിയൻ നേതാവാകുകയും ഒക്കെ ചെയ്തിരുന്ന മമതാ ബാനർജി
വലിയൊരു സ്റ്റാറായി. ആ സ്റ്റാറായത് എങ്ങനെയാണ്? അതൊക്കെയാണ് മമതാ ബാനർജിയുടെ രാഷ്ട്രീയം നോക്കി കഴിഞ്ഞാൽ ഒരു സിക്സ് ആഗർ. കോൺഗ്രസ് പ്രഖ്യാപിച്ച, ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളെയും നിഷ്കരണം ധ്വംസിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കൂട്ടിലടച്ചുകൊണ്ട് നടത്തിയ അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലോകനായക ജയപ്രകാശ് നാരായണൻ നയിച്ച റാലി, സമരം, ആ സമര പരിപാടികൾക്കെതിരെ ജയപ്രകാശ് നാരായണനെതിരെ ബംഗാളിൽ കാറിൻ്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിച്ച് ശ്രദ്ധ നേടിയ മമതാ ബാനർജിയുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് അത്രമാത്രം അസ്ഥിയിൽ പിടിച്ചിരുന്ന, ബാക്കിയില്ല, ഭരണഘടനാ ഏകയേക്കാൾ വലുത് കോൺഗ്രസ് പാർട്ടിയും ഇന്ദിരാഗാന്ധിയുമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു മമതാ ബാനർജി. ആ മമതാ ബാനർജി അവർ 1980 അവർ മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായി. 1984 ആദ്യമായിട്ട് MP ആയി, ഏറ്റവും പ്രായം കുറഞ്ഞ MP ആയിട്ടുണ്ടായിരുന്നു. അന്ന് തോൽപ്പിച്ചത് CPM-ന്റെ വളരെ മുതിർന്ന നേതാവായിരുന്ന, പ്രസിദ്ധനായ അഭിഭാഷകനായിരുന്ന, CPM-ന്റെ താത്വിക കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്ന, ലോകസഭയിലെ മികച്ച നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജിയായിരുന്നു. സോമനാഥ് ചാറ്റർജിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്നു. അങ്ങനെ മറ്റേ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി. 1990 അവർ ബംഗാളിൽ നടന്ന ഒരു ബന്ദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടത്തിയ ഒരു ബന്ധായിരുന്നു, സ്റ്റേറ്റ് ബന്ദ്. ആ സ്റ്റേറ്റ് ബന്ദിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇവരെ തലതല്ലി പൊട്ടിച്ചു. ഇവരുടെ തലയൊട്ടി പൊട്ടുകയും അവിടെ ശസ്ത്രക്രിയ കൃത്യമായിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് അവിടെ തലയൊട്ടിയൊക്കെ അന്ന് ശസ്ത്രക്രിയൊക്കെ നടത്തേണ്ടി വരുന്നത്. വലിയ അപകടകരമായ സ്ഥിതി എത്തിയിട്ടുണ്ടായിരുന്നു. 1991 റാവു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി, യൂത്ത് അഫയേഴ്സ് വകുപ്പ് മന്ത്രി തുടങ്ങിയ ചുമതലകൾ വഹിച്ച് ശ്രദ്ധേയായി. പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില രഹസ്യ രാഷ്ട്രീയ ധാരണകളെ ഒക്കെ എതിർത്തുകൊണ്ട് മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. അത് നരസിംഹറാവുവിനോടുള്ള വിയോജിപ്പുണ്ടായിരുന്നു രാജിവെച്ചിരുന്നത്. 1996 രാജി ഉണ്ടായിരുന്നത്. കോൺഗ്രസിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശ്യം. അങ്ങനെ 1997 മറ്റ് പല സംസ്ഥാനങ്ങളിലും പല ആൾക്കാരും കോൺഗ്രസ് വിട്ട്, മാധവറാവു സിന്ധ്യയെ പോലെയുള്ള ആൾക്കാർ, ജിതേന്ദ്ര പ്രസാദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ രാജിവെച്ച് വേറെ വേറെ പാർട്ടികൾ ഉണ്ടാക്കിയെന്ന് നമ്മുടെ രാഷ്ട്രപതി, പിൽക്കാലത്ത് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയൊക്കെ അന്ന് നരസിംഹറാവുവിനോട് എതിർത്ത് രാജിവെച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ ആൾക്കാരാണ്. അർജുൻ സിംഗ്, അങ്ങനെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം പാർട്ടി വിട്ട് പോയി 1997 തൃണമൂൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. പക്ഷേ 1999 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് BJP-യോട് ചേർന്ന് മമതാ ബാനർജി പ്രവർത്തിക്കാൻ തയ്യാറായി. രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, തൃണമൂൽ കോൺഗ്രസ് കൽക്കത്തയിൽ, ബംഗാളിൽ ഉണ്ടാക്കിയ സമയത്ത് ഒരേ സമയം കോൺഗ്രസ് പാർട്ടിയും അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മമതാ ബാനർജിക്ക് എതിരെ തിരികുകയും രാഷ്ട്രീയമായി തിരികുകയും ശാരീരികമായി പോലും ആക്രമിക്കുകയും ഒക്കെ ചെയ്തൊരു കാലമായിരുന്നു. എന്തായാലും അവർക്ക് ഒരു വലിയ ഉയർന്ന സ്ഥാനം വേണം എന്നുള്ള കാരണം കൊണ്ട് അവർ പാർലമെന്റ് അംഗമായി, മറ്റേ ഇവിടേക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി. റെയിൽ വകുപ്പ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അവർ ചോദിച്ചു വാങ്ങുകയും അത് കൊടുക്കുകയും ചെയ്തു. കാര്യം അക്കാലത്ത് ബംഗാളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില രാഷ്ട്രീയ വേരുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് NDA-യും അതിന് സഹായകമായ നിലപാടെടുത്തു. ആ കാലം കൊണ്ട് ബംഗാളിന് വേണ്ടി അവർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. ബംഗാളിൻ്റെ റെയിൽവേ മന്ത്രി എന്നായിരുന്നു മമതാ ബാനർജി അന്ന് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ 2000 പെട്ടെന്ന് ഒരു കാരണവും കൂടാതെ എന്ന് പറയാൻ പറ്റില്ല, എണ്ണവില വർദ്ധിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട്, പെട്രോളിന് വില വർദ്ധിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് അജിത് പാഞ്ച എന്ന് പറഞ്ഞ മറ്റൊരു മന്ത്രി കൂടി ഉണ്ടായിരുന്നു. അജിത് പാഞ്ച അന്ന് കമ്മ്യൂണിക്കേഷൻ വകുപ്പ് മന്ത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അജിത് പാഞ്ചയും ഈ മമതാ ബാനർജിയും പെട്ടെന്ന് ഒരു ദിവസം രാജിവെച്ചപ്പോൾ ആരും രാജിവെച്ചു, ശരി, ഓക്കെ, രാജിവെന്നുള്ള തീരുമാനം എടുത്തു. പിൻവലിപ്പിക്കാനൊന്നും ആരും പറയാൻ പോയെന്ന് പോയില്ല. പക്ഷേ ഒരു പ്രഭാതത്തിൽ ഒരു കാരണവും കൂടാതെ അവർ രണ്ടുപേരും പിൻവലിച്ചുകൊണ്ട് മന്ത്രിസഭയിൽ തുടർന്നു. അങ്ങനെ 2001 ഓക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചില്ല, 2001 വീണ്ടും രാജിവെച്ചു. അങ്ങനെ 2001 രാജിവെച്ച് NDA-യിൽ നിന്ന് വിട്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് NDA വിട്ടു പോവുകയൊക്കെ ചെയ്തു. പക്ഷേ 2023 ഈ കാലഘട്ടത്തിൽ, ഈ രാജിയുടെ ഘട്ടത്തിലാണ്, 2000 രാജിയുടെ ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ബംഗാളിൽ പോവുകയും അദ്ദേഹം മമതാ ബാനർജിയുടെ അമ്മയെ പോയി കണ്ടത് ഒരു അമ്മ, ഒരു തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകയായിരുന്ന ഒരു മന്ത്രിയുടെ അമ്മയെ കാണാനുള്ള അവസരം കിട്ടിയപ്പോൾ അവിടെ പോയി കണ്ടു. പ്രത്യേകിച്ച് BJP നേതാക്കന്മാരുടെയും പ്രത്യേകിച്ച് മുതിർന്ന അടൽ ബിഹാരി വാജ്പേയിയെ പോലെയുള്ള നേതാക്കന്മാരുടെയൊക്കെ രാഷ്ട്രീയ രീതിയും ജീവിത സ്വഭാവവും ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അത് അവരുടെ ഒരു ജീവിത രീതിയാണ്. അതിൻ്റെ ഭാഗമായി പോയി കണ്ടു. പക്ഷേ അതിനകത്തൊരു ഡിപ്ലോമസി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്, രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എന്തായാലും മമതാ ബാനർജി വീണ്ടും 2001 രാജിവെച്ചു. കുറച്ചു കാലം വീണ്ടും പുറത്തു നിന്നു. പക്ഷേ 2003 വീണ്ടും അവർ NDA-യിലെത്തി. ഒരു വർഷം ഒരു വകുപ്പും ഇല്ലാതെ ഏതാണ്ട് ഒരു വർഷക്കാലത്ത്, ഒരു വർഷം എന്ന് പറയാൻ പറ്റില്ല, 2003 സെപ്റ്റംബറിലാണ് വന്നത്. 2004 അവർ വീണ്ടും കൽക്കരി വകുപ്പ് മന്ത്രിയായിട്ട് അവർ ചുമതല ഏൽക്കുകയും ചെയ്തു. പക്ഷേ ഈ കാലത്ത് ബംഗാളിൽ നടത്തിയ പല തട്ടിൽ നിന്ന് നിയമസഭാ ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ മമത മാത്രമാണ് ജയിച്ചത്. നിയമസഭാ ഇലക്ഷനിൽ തോറ്റുപോയി, വലിയ നേട്ടം ഉണ്ടായില്ല. മുനിസിപ്പൽ ഇലക്ഷനിൽ പോലും കൽക്കത്ത മുനിസിപ്പൽ ഇലക്ഷനിൽ പോലും അവർക്ക് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് അവർ വീണ്ടും 2006 വീണ്ടും NDA വിട്ട് പോയി. ഇതിനിടെയാണ് 2005 അവിടെ സിംഗൂരിൽ, നന്ദിഗ്രാമിൽ ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ ആണ് അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കെ
ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ചില പുതിയ പരിഷ്കരണങ്ങളുടെ ഭാഗമായി നന്ദിഗ്രാമ്, അതുപോലെ മറ്റേ ഇവിടെ സിംഗൂർ, ഇവിടെ രണ്ടിടത്തും ഉണ്ടായ വലിയ തൊഴിലാളി പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിലാളി പ്രശ്നങ്ങൾ, ഭൂമി പ്രശ്നങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടുണ്ടായ വലിയൊരു കാലമായിരുന്നു. ആ അക്രമകാലത്ത് മമതാ ബാനർജിക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കൊടുത്തതും NDA ആയിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ, NDAയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ വലിയ ഒരു ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. ആ ചെറുത്തുനിൽപ്പ് മമതാ ബാനർജിക്ക് അവിടെ വലിയ ഒരു ഗ്രൗണ്ട് നേടിക്കൊടുത്തു. ഒരു പോരാളി എന്ന നിലയിൽ മമതാ ബാനർജി വീണ്ടും തിരിച്ചു വരികയുണ്ടായി. പക്ഷേ 2006 അവർ രാജിവെച്ചു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുവാൻ വേണ്ടി പോലും യോഗ്യതയുള്ള പ്രധാനമന്ത്രിയാകുവാൻ, ഞാനിപ്പോൾ പ്രധാനമന്ത്രിയാകും എന്നുള്ള ഭാവം വരെ എത്തിച്ച മമതാ ബാനർജി ഇന്നിപ്പോൾ ഒരു സീറ്റിൽ ജയിക്കുവാൻ വേണ്ടി, ഒരു ലോക്സഭാ സീറ്റിൽ ജയിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യ മുന്നണിയിലേക്ക് വീണ്ടും തിരിച്ചു വരികയും അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും മമതയ്ക്ക് അവിടെ കിട്ടുന്ന സ്ഥാനം, സ്വീകാര്യത എന്നുള്ളത് വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ മമതയ്ക്ക് ഇപ്പോൾ എന്താണ് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസം കേട്ടോ. പാർലമെൻറ്റിൽ അവർക്കുള്ള കക്ഷികളുടെ എണ്ണം എന്ന് പറയുന്നത് MLA-മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ അവർക്ക് ആകെ ഉള്ള ഇത് 28 പേരാണ്, 13 പേരാണ് രാജ്യസഭയിലുള്ളത്. അങ്ങനെ 43 MP-മാരുടെ ശക്തിയേ ഉള്ളൂ. 43-ൽ വോട്ടിൻ്റെയൊക്കെ ആവശ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥിതി വരികയാണെങ്കിൽ അതിൽ വളരെ ദുർബലമാണ് മമതാ ബാനർജിയുടെ സ്ഥിതി. ഇനി ബംഗാളിൽ നിന്ന് ഒരു പൊതുവെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്തെങ്കിലും ബംഗാളിൽ നിന്ന് മമതാ ബാനർജിക്ക് ഒരു 5 സീറ്റ് പോലും പാർലമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ സാഹചര്യം. അതുപോലെ തന്നെ MLA-മാരുടെ അവസ്ഥ, MLA-മാരെയൊക്കെ അവരെല്ലാം വിട്ടുപോയിരിക്കില്ലേ. TMCയുടെ MLA-മാരിൽ നല്ലൊരു പങ്ക് ആൾക്കാർ, ഏതാണ്ട് 60ഓളം MLA-മാർ മമതാ ബാനർജിക്കെതിരായി. അവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക ഈ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബംഗാളിൽ പാർട്ടിയെ പിരിച്ചുവിട്ടു കഴിഞ്ഞിരിക്കുന്നു പല താഴെ തട്ടിലുള്ള യൂണിറ്റുകൾ പോലും. ഈ സ്ഥിതിയിൽ ഈ തൃണമൂൽ കോൺഗ്രസ് വിട്ടുപോയ പാർട്ടികളെ, MLA-മാരെ അവരെ BJP സ്വീകരിക്കില്ല എന്ന് പറയുകയും, രാഹുൽ ഗാന്ധിക്ക് മമതാ ബാനർജിയെ ഒപ്പം നിർത്തണം, കാര്യം ഒരു ദേശീയ നേതാവാണ്, അവിടേക്കുള്ള ഗ്രിപ്പ് കളയേണ്ടതില്ല എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം. ഇതുപോലെ തന്നെയാണ് ആ MLA-മാരെ കോൺഗ്രസിലേക്ക് എടുക്കേണ്ട എന്നൊരു തീരുമാനം രാഹുൽ ഗാന്ധി മമതാ ബാനർജിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സോണിയാഗാന്ധിയുടെ നിലപാട് അതല്ല തന്നെ. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് വിലയായിരിക്കും അവിടെ മമതാ ബാനർജിക്ക് ഉണ്ടാവുക? ഇവിടെ CPM-ൻ്റെ പിന്നാലെ നടക്കുന്നത് പോലെ അവിടെ മമതാ ബാനർജി എന്ന് പറയുന്ന പഴയ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിനെ വിറപ്പിച്ച നേതാവ്, ഇന്ദിരാഗാന്ധി കാണിച്ച ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ പോലും ന്യായീകരിച്ച ഒരു നേതാവ്, അവർ ഇന്നിപ്പോൾ വീണ്ടും കോൺഗ്രസിൻ്റെ കാൽക്കീഴിൽ ചെന്ന് കിടക്കുമ്പോൾ എന്തായിരിക്കും മമതാ ബാനർജിക്ക് അവിടെ കിട്ടാൻ പോകുക എന്നുള്ളത് ഒരു പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്ന വിഷയമാണ് നാളെ. മറിച്ച് ഒപ്പം തന്നെ ചിന്തിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് ഏത് തരത്തിലായിരിക്കും സംഭവിക്കുക, ഏതൊക്കെ നേതാക്കന്മാർ എത്തിച്ചേരും, അങ്ങനെ എത്തിച്ചേരുന്ന നേതാക്കന്മാർക്കെല്ലാം ഒരേ മനസ്സായിരിക്കുമോ, അവരെല്ലാവരും ശരിയാണ് ഒരേ മനസ്സായിരിക്കും അവർക്കെല്ലാവർക്കും. നാളെ നടക്കാൻ പോകുന്ന മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ജയറാം രമേശ് പറഞ്ഞതുപോലെ അവർക്കെല്ലാവർക്കും മോഡി വിരോധമുണ്ട്, അവർക്കെല്ലാവർക്കും BJP വിരോധമുണ്ട്. പക്ഷേ അവർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. ചില ആൾക്കാർ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്, അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അവരുടേതായ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. നാളെ 23 പാർട്ടികളുടെ ദേശീയ നേതാക്കന്മാർ, ദേശീയ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ എന്നുള്ളൂ, അങ്ങനെയുള്ള വേണം പറയാനായിട്ട്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇല്ലെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ കേരളത്തിലെ സാന്നിധ്യം എത്രമാത്രമാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സമാജ്വാദി പാർട്ടി പങ്കെടുക്കുമോ, മായാവതിയുടെ പാർട്ടി പങ്കെടുക്കുമോ, ഇതൊക്കെ നമുക്ക് കണ്ടിരിക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് നാളെ കാണാം. മമതാ ബാനർജിയുടെ അവസ്ഥയും നാളെ കാണാം. നമസ്കാരം, വീണ്ടും കാണാം. നമസ്കാരം.